എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിൽ ശൂരനാട് അവിടെ ഒരു ശവക്കോട്ടയുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ നടത്തി വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ശൂരനാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയോട് ചേർന്ന് പെന്തക്കോസ്റ്റൽ സഭകൾക്ക് ഒരു ശവക്കോട്ടയുണ്ട്. ഏതാണ്ട് 16 സെൻറ്റ് സ്ഥലമാണ്. 1978 കാലഘട്ടങ്ങളിൽ ശൂരനാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ചില ആളുകൾ പെന്തക്കോസ്റ്റൽ വിശ്വാസം സ്വീകരിച്ചു. അവർ ഏതാണ്ട് 100 കുടുംബങ്ങളുണ്ട്. അവർ പൊതുവായി ഉപയോഗിക്കുന്ന ശവക്കോട്ടയാണ് ഇത്. ഈ ഓർത്തഡോക്സ് പള്ളിയോട് ചേർന്നുള്ളതാണ്. 1978 മുതൽ അവിടെ ശവം അടക്കുന്നതാണ്. എന്നാൽ 2007 ഒരു അമേരിക്കൻ സിറ്റിസനായ ഒരു വ്യക്തി അവിടെ വരികയും, മലയാളിയാണ്, അവിടെ സ്ഥലം വാങ്ങിക്കുകയും അവിടെ വീട് പണി ആരംഭിക്കുകയും ചെയ്തു. ഏതാണ്ട് 18-20 അടി താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റി അവിടെ വീട് പണിയുകയാണ്. ഇദ്ദേഹം തനിക്കവിടെ കുടിവെള്ളം, ശുദ്ധജലം ലഭിക്കുന്നില്ല, ശവക്കോട്ട തൊട്ടടുത്ത് ഉള്ളതുകൊണ്ട് തനിക്ക് ശുദ്ധജലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയും ഈ ശവക്കോട്ട കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇത് 100ഓളം പെന്തക്കോസ്റ്റൽ കുടുംബങ്ങളെ സാരമായി ബാധിക്കുകയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ അടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് ഈ അമേരിക്കക്കാരനായ വ്യക്തി. ഇദ്ദേഹം ഇവിടെ വന്ന് കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയി. ഇനി ഈ കേസ് തീരണമെങ്കിൽ കോടതിയിൽ തീരണം. ഏത് കാലത്ത് തീരും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. ഇദ്ദേഹം അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു. എന്നാൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ശ്രീ ബാബു പറയത്തുകാട്ടിൽ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ നാഷണൽ പ്രസിഡൻ്റായി ശ്രീ ബാബു പറയത്തുകാട്ടിലും നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് സാബു ജോണും, അങ്ങനെ ഒരു നാഷണൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട്, ഡിസ്ട്രിക്ട് കമ്മിറ്റിയുണ്ട്, താലൂക്ക് കമ്മിറ്റിയുണ്ട്. എന്നാൽ ഇവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു നിരാഹാര സമരം തന്നെ ആരംഭിച്ചു. അതിന് അവരൊരു ശവപ്പെട്ടിയും കൊണ്ടുവച്ച് ഒരു നിരാഹാര സമരം ആരംഭിച്ചു. എന്നാൽ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഒരു ഐക്യം ഇതിൽ പ്രകടമായ ഒരു തെളിവായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സഭാ വ്യത്യാസമില്ലാതെ പല ആളുകളും ഇതിന് പിന്തുണയുമായി വന്നു. അങ്ങനെ ഈ ശൂരനാട് ടൗണിൽ അവർ റാലി നടത്തി, ശവപ്പെട്ടിയും വഹിച്ചുകൊണ്ടുള്ള റാലി നടത്തി. അത് പല പത്രങ്ങളിലും വാർത്തകളായി വന്നു. ഇത് അവിടെയുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ള കമ്മിറ്റിക്കാരും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ളവർ ഇടപെടാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ പ്രതിഷേധം ശക്തമായതോടുകൂടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ളവരൊക്കെ ഇതിൽ ഇടപെട്ടു. ഇവിടെ ഇരുന്ന മുൻ പഞ്ചായത്ത് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്കൻ സിറ്റിസനായ വ്യക്തിയുടെ പക്ഷമായിരുന്നു എന്നുള്ള ചില വാദങ്ങളൊക്കെ പുറത്തു വന്നു. അദ്ദേഹത്തിന് പണമുണ്ട്, പണമുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും എന്നൊരു ധാരണ പൊതുവെ പരന്നിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൻ്റെ അകത്ത് ഇടപെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു, MLA-മാരും MP-മാരൊക്കെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടു. അപ്പോൾ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെ ഒരു ദൃഢനിശ്ചയവും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. അതിനെ ബ്രദർ ബാബു പറയത്തുകാട്ടിൽ വളരെ ശക്തമായ പിന്തുണയും നേതൃത്വവും നൽകി. സമയാസമയങ്ങളിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ വിളിച്ച് അന്വേഷിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ഐക്യവേദി, ശ്രീ കുഞ്ഞുമോൻ തോട്ടപ്പള്ളിയും അതുപോലെ പാസ്റ്റർ കുര്യാക്കോസ് M. കുടക്കച്ചെറിയ നേതൃത്വം നൽകുന്ന ക്രിസ്ത്യൻ ഐക്യവേദിയും ഇതിൻ്റെ അകത്ത് വളരെ ശക്തമായി ഇടപെട്ടു. അവരവിടെ ചെന്നു, ഈ പ്രദേശങ്ങളൊക്കെ കണ്ടു, അവിടെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലും ക്രിസ്ത്യൻ ഐക്യവേദിയും സംയുക്തമായി ചേർന്നുകൊണ്ട് NK പ്രേമചന്ദ്രൻ MP-യുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP-യുമായി സംസാരിച്ചു. ഇങ്ങനെ അവിടെയുള്ള MLA-മാർ MP-മാർ, അതോടൊപ്പം കൊല്ലം കളക്ടറുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
സംസാരിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഈ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രതിനിധികളും എല്ലാം ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെയും ക്രിസ്ത്യൻ ഐക്യവേദിയുടെയും സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രതിഷേധത്തിൽ അവർ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തി. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കളക്ട്രേറ്റിൽ നിന്നും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികാരിയിൽ നിന്നും അതുപോലെ എം എൽ എമാരിൽ നിന്നും ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായി ഇടപെടുമെന്നും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് അവർ തന്നതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഈ സമരം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ശ്രീ ബാബു പറയത്ത് കാട്ടിലിനോടും പാസ്റ്റർ കുര്യാക്കസം കുടക്കച്ചിറയോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, പെന്തക്കോസ്റ്റൽ സമൂഹങ്ങൾ ഐക്യതയോടെ നിന്നാൽ പല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഏതാണ്ട് 25 ലക്ഷം പെന്തക്കോസ് വിശ്വാസികളുള്ള കേരളത്തിൽ ഈ സംഘടനകളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് പല ആവശ്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ശവക്കോട്ട സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, പള്ളിയിലേക്ക് പോകുന്ന വഴിതർക്കങ്ങളുണ്ട്, സഭാ ഹാളിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ആരാധനാ സ്വാതന്ത്ര്യം ഖനിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടെ പരസ്യയോഗങ്ങളും സുവിശേഷ പ്രസംഗങ്ങളും നടത്തുമ്പോൾ സുവിശേഷ വിരോധികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളുണ്ട്. ഇതിനെയെല്ലാം നേരിടാൻ ഐക്യതയോടുകൂടി നിന്നാൽ നമുക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ശൂരനാട് ശവക്കോട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതൊരു വലിയ വിജയമായി മാറി. പെന്തക്കോസ്റ്റൽ സമൂഹങ്ങളുടെ ഒരു കൂട്ടായ്മയും അതോടൊപ്പം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിജയം എന്ന് പറയുന്നത്. പണമുള്ള ഒരു വ്യക്തി, സ്വാധീനമുള്ള ഒരു വ്യക്തി പെന്തക്കോസ്റ്റൽ സമൂഹങ്ങളുടെ ശവക്കോട്ടയെ തകർക്കാൻ അല്ലെങ്കിൽ അവിടെ പിന്നീട് ശവമടക്കാതിരിക്കാൻ ബോധപൂർവം നടത്തിയ ഒരു പരിശ്രമത്തെയാണ് ഇത്തരത്തിലുള്ള ഒരു ഐക്യതയിലൂടെ അത് തകർക്കുവാനായിട്ടിടയായി തീർന്നു. എന്തായാലും ഇത് വലിയൊരു പാഠമാണ് നൽകുന്നത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലും ക്രിസ്ത്യൻ ഐക്യവേദിക്കും ഗോസ്പൽ ടിവിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ ആവശ്യമാണ്. നിരവധി സുവിശേഷകന്മാർ നേരിടുന്ന വെല്ലുവിളികളെ നമ്മൾ നോക്കി നിൽക്കുകയല്ല, മറിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയണം. ഇതുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഈ വരുന്ന 31-ാം തീയതി തിരുവല്ലയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ജനപ്രതിനിധികളും കേന്ദ്ര സംസ്ഥാന ജില്ലാ പ്രതിനിധികൾ പങ്കെടുക്കും. ക്രിസ്ത്യൻ ഐക്യവേദി ഭാരവാഹികളായിട്ടുള്ള സുവിശേഷൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി, പാസ്റ്റർ കുര്യാക്കോസം കുടക്കച്ചിറ ഇവർ പങ്കെടുക്കും. മറ്റ് പല സംഘടനകൾ പങ്കെടുക്കും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് ഒരു പുതിയ തുടക്കത്തിന് ഈ സമൂഹങ്ങളുടെ ഒരു ഐക്യതയ്ക്ക് കാരണമായി തീരും. എന്തായാലും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാകും എന്നുള്ള ഒരു ഉറപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളിലും ലഭിച്ചതുകൊണ്ട് ഇവർ ഈ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു. പോരാട്ടം തുടരട്ടെ. ലക്ഷ്യം കാണുന്നതുവരെ പോരാട്ടത്തിലേക്ക് ശക്തമായ പോരാട്ടം നടത്തുവാൻ ഈ സംഘടനകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.